ലോകത്തിൽ ഏറ്റവും കൂടുതൽ ഡിജിറ്റൽ പേയ്മെന്റുകൾ നടക്കുന്ന രാജ്യം ഏതാണെന്ന് അറിയാമോ? സംശയിക്കേണ്ട, നമ്മുടെ രാജ്യം ഇന്ത്യ തന്നെയാണ്. ഇന്ത്യയുടെ തൊട്ടടുത്ത് വേറൊരു രാജ്യവുമില്ല. രണ്ടാം സ്ഥാനത്തേക്കുന്ന ചൈന ഇന്ത്യക്കാളും ഒരുപാട് ബാക്കിലാണ്. അതായത് ആനയും ആടും തമ്മിലുള്ള വ്യത്യാസമുണ്ട്. ഇതിന് നമ്മളെ സഹായിക്കുന്നത് ഡിജിറ്റൽ പേയ്മെന്റ് എന്ന് പറയുമ്പോഴത്തേക്ക് ഒരുപാട് രീതിയിൽ നമുക്ക് ഡിജിറ്റൽ പേയ്മെന്റ് ചെയ്യാൻ പറ്റും. നമ്മളെ പക്ഷേ ഇന്ത്യയെ ഒന്നാമതാക്കാൻ കാരണം ലോകത്തിൽ ഏറ്റവും വലിയ ഡിജിറ്റൽ പേയ്മെന്റ് മെക്കാനിസം ഇന്ത്യയുടേതാണ്. അത് ഏതാണെന്ന് ഇപ്പോൾ എല്ലാവർക്കും മനസ്സിലാക്കാണ് UPI, യൂണിഫൈഡ് പേയ്മെന്റ്സ് ഇന്റർഫേസ്. അതിനേക്കാളും വലിയൊരു ഡിജിറ്റൽ പേയ്മെന്റ് മെക്കാനിസം ലോകത്തില്ല. ഗൂഗിൾ സെർച്ച് ചെയ്ത് നിങ്ങൾക്ക് അപ്പം തന്നെ വരുന്ന ആൻസർ അതായിരിക്കും. ഇതല്ല, നമുക്ക് ഇപ്പൊ നമ്മൾ കാർഡ് സ്വൈപ്പ് ചെയ്യുന്ന മെഷീൻ കണ്ടിട്ടുണ്ടായിരിക്കുമല്ലോ. അതിന്റെ പേര് പോയിന്റ് ഓഫ് സെയിൽ ടെർമിനൽ എന്നാണ്, POS ടെർമിനൽ എന്ന് പറയും. അതൊരു ഡിജിറ്റൽ പേയ്മെന്റ് മെക്കാനിസം ആണ്. അതിൽ നമുക്ക് ഡെബിറ്റ് കാർഡുകളും ക്രെഡിറ്റ് കാർഡുകളും നമുക്ക് അത് ഉപയോഗിച്ച് POS ടെർമിനലുകൾ ഉപയോഗിച്ച് പേ ചെയ്യാം. അങ്ങനെ മൈക്രോ ATMs ഒരുപാട് പരിപാടികളുണ്ട്. ഇന്ന് ഞാൻ പറഞ്ഞതുപോലെ ലോകത്തെ ഏറ്റവും കൂടുതൽ ഡിജിറ്റൽ പേയ്മെന്റുകൾ ഇന്ത്യയിലാണ് നടക്കുന്നത് പറഞ്ഞു. UPI ട്രാൻസാക്ഷൻ മാത്രം കഴിഞ്ഞ മാർച്ചിലെ കണക്കനുസരിച്ച് 25 ലക്ഷം കോടി ആണ് കഴിഞ്ഞ ഒരു മാസം നടന്ന ട്രാൻസാക്ഷൻ, UPI ട്രാൻസാക്ഷൻ, UPI മാത്രം വഴി. അപ്പൊ അതാണ് ഇന്ത്യയിൽ നടക്കുന്ന അവരിത്. അപ്പൊ ഞാനിതിൽ പറഞ്ഞുകൊണ്ട് വരുന്നത്, ഇന്ത്യയിൽ തന്നെ ഈ ഡിജിറ്റൽ പേയ്മെന്റുകളുടെ വളർച്ച കാൽക്കുലേറ്റ് ചെയ്യുന്നുണ്ട് RBI. അത് നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ വേഗതയിൽ വളരുന്നത് UPI ബേസ്ഡ് QR കോഡ് ട്രാൻസാക്ഷൻസ് ആണ്. നമ്മളൊരു ഫ്രണ്ടിൽ ഒരു പേയ്മെന്റ് ചെയ്യണം. അപ്പൊ നമ്മൾ എന്താ പറയും, നീ ഒരു കാര്യം ചെയ്യും, നിന്റെ മൊബൈലിൽ നിന്ന് ആ QR കോഡ് ഒന്ന് കാണിച്ചു തരാൻ പറയും. അപ്പൊ അങ്ങനെ QR കോഡുകൾ മുഖേനയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ഇപ്പൊ UPI പേയ്മെന്റ് തന്നെ ചെയ്യുന്നത്. അതുകൊണ്ട് ഏതാണ്ട് 93% വളർച്ചയാണ് തൊട്ട് മുന്നത്തെ വർഷത്തെ അപേക്ഷിച്ച് UPI QR കോഡുകൾ വഴിയുള്ള പേയ്മെന്റിൽ വളർച്ച രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതേസമയത്ത് ഡെബിറ്റ് കാർഡുകളുടെ ഉപയോഗിച്ചുള്ള വളർച്ച വെറും 2.5% മാത്രമാണ്. ക്രെഡിറ്റ് കാർഡുകളിലെ ഈ ഉപയോഗത്തിലുള്ള വളർച്ച വെറും 7.5% മാത്രമാണ്. അപ്പൊ ഈ രീതിയിലാണ് ഇന്ത്യയിൽ ഡിജിറ്റൽ ട്രാൻസാക്ഷൻസ്, എസ്പെഷ്യലി UPI എന്ന് പറയുന്ന സംവിധാനം ഇന്ത്യയുടെ പേയ്മെന്റ് മേഖലയിൽ, ഡിജിറ്റൽ പേയ്മെന്റ് മേഖലയിൽ വിപ്ലവം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യയിൽ മാത്രമല്ല, ലോകമാകമാനം UPI പതുക്കെ മറ്റ് രാജ്യങ്ങളിലേക്കും വ്യാപിക്കുകയാണ്. പല ഡെവലപ്പിംഗ് നേഷൻസും ഡെവലപ്ഡ് നേഷൻസും ഒക്കെ UPI മോഡൽ ആയിട്ടുള്ള സംവിധാനങ്ങൾ അവിടെയൊക്കെ സ്ഥാപിക്കാൻ വേണ്ടി ഇന്ത്യയുടെ നാഷണൽ പേയ്മെന്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. NPCI, നാഷണൽ പേയ്മെന്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയാണ് ഈ UPIയും ഭാരത് QR-ഉം അതുപോലെ റുപേ കാർഡും എല്ലാം ഇഷ്യൂ ചെയ്യുന്നത്. അതൊരു നോ ലോസ് നോ പ്രോഫിറ്റ് കമ്പനിയാണ്, ഇന്ത്യ ഗവൺമെന്റ് ആണ്.